മിഥുൻ അയ്യപ്പൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി. മിഥുൻ, നമ്മൾ കോഴിക്കോട് മാനാഞ്ചിറയിലെ വിശേഷങ്ങൾ കണ്ടു, തിരുവനന്തപുരം ശംഖുമുഖത്തെ ആവേശത്തിമിർപ്പ് കണ്ടു, ഫോർട്ട് കൊച്ചി നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആഘോഷങ്ങളൊക്കെ, എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ ഇനി മിനിറ്റുകൾ മാത്രമായി അവശേഷിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് തയ്യാറെടുത്തിരിക്കുന്നത്? തീർച്ചയായും മാനാഞ്ചിറയും കോഴിക്കോടും തിരുവനന്തപുരവും എല്ലാം ഇന്ന് ഈ പുതുവത്സര പുലരിയെ കാത്തു നിൽക്കുമ്പോൾ അല്പസമയം മുമ്പുമാണ് അവിടെ ഒരുപക്ഷെ ആഘോഷങ്ങളെല്ലാം സജീവമായിട്ടുള്ളതെങ്കിൽ ആഴ്ചകളോളമായി കൊച്ചി പുതുവത്സര ആഘോഷത്തിലാണ്. എനിക്ക് പിന്നിൽ ഇതാ പപ്പാഞ്ഞി റെഡിയായിരിക്കുന്നു. കൊച്ചിയുടെ ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ആ ജൂത പാരമ്പര്യവും ആ ജൂത പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്ന ആ യവന സൈനികരെ വധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആ സ്വന്തം ഭൂമി കീഴ്പ്പെടുത്തിയ ഇസ്രയേലുകാരുടെ ഒരു പ്രതീകമായിട്ടാണ് ആ ഒരു യവന സൈനികനെ അഗ്നിക്കിരയാക്കുന്നു എന്നുള്ള നിലയിലാണ് ഈ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പൈതൃകം അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ അതിൻ്റെ പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറവും അത് സംബന്ധിച്ച് കൊച്ചിക്കാർ ഈ പുതുവത്സരത്തെ ആഘോഷമാക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. അത്തരത്തിൽ വലിയ ആഘോഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു കൊച്ചി എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ വെള്ളി മൈതാനത്ത് നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പപ്പാഞ്ഞി റെഡിയായിരിക്കുന്നു. കൃത്യം 12 മണിക്ക് തന്നെ പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ആ ഒരു പുതുവത്സരത്തെ ആഘോഷിക്കും. പോയ കാലത്തിൻ്റെ കഴിഞ്ഞ വർഷത്തിൻ്റെ എല്ലാ വ്യഥകളും എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ കടമ്പകളും എല്ലാം തന്നെ അഗ്നിക്കിരയാക്കിക്കൊണ്ട് പുതിയ പ്രതീക്ഷകളുമായി കൊച്ചിക്കാർ 2026 എന്ന വർഷത്തെ വരവേൽക്കുകയാണ്. 2026 എക്കാലത്തെയും പോലെ തന്നെ എല്ലാ വർഷങ്ങളെക്കാളും അതിമനോഹരമായിട്ടുള്ളൊരു ദിവസമായി ഒരു വർഷമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആഗ്രഹത്തോടു കൂടിയും ആഘോഷത്തിൻ്റെ ഒരു രാവാക്കി മാറ്റുകയാണ് ഈ അവസാന നിമിഷം. ഇവിടെ ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ആഘോഷം? അടിപൊളിയാണ്, സൂപ്പറാണ്. കൊച്ചിയിൽ ആദ്യമായിട്ടാണോ? കൊച്ചിയിലെ ആഘോഷത്തിനാണോ ഏറ്റവും കൂടുതൽ ഒരു ഭംഗിയുള്ളത്? അതൊരു ഭംഗിയാണ്. എവിടുന്നാ വരുന്നേ? പാലക്കാട്. ഈ റീൽസ് അങ്ങനെയുള്ളതൊക്കെ കണ്ടുകൊണ്ട് വന്നതാണോ? അല്ല, വെറുതെ വന്നതാ. ഞാൻ കൊല്ലം ഇവിടെ പഠിക്കുക, ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി പഠിക്കുകയാണ്. ഇവിടെ കുറേ ദിവസങ്ങളായല്ലോ തുടങ്ങിയിട്ട്. അതെ. അതിന്ന് ന്യൂ ഇയറല്ലേ, അപ്പോൾ ഭയങ്കര വൈബായിരിക്കും. അപ്പോൾ കാണാന്ന് വെച്ചാൽ കുറെ നേരത്തെ മുമ്പ് ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ 4 മണിക്ക് എത്തിയതാ. കുറച്ചൊക്കെ വലഞ്ഞ് പിന്നെ തുടങ്ങാറായി ഏകദേശമൊക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടെ ഒരു പുതിയ തലമുറയാണ്, പക്ഷേ പുതിയ തലമുറ എന്നല്ല എല്ലാ തലമുറയും ആഘോഷിക്കുകയാണ്. അതെ. ഇത് ഏത് ടി വിയാണ്? ജനം ടി വി. ആഘോഷങ്ങളൊക്കെ വരുന്നതല്ലേ, തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. കൊച്ചിയിൽ തുടങ്ങിയിട്ട് കുറേ ആഴ്ചയായി. അത് ശരി. ഞങ്ങൾ ഇന്നാ വന്നത്, ഞങ്ങൾക്ക് ഇന്നാ സമയം കിട്ടിയത്. എങ്ങനെയാണ് ഈ വരാനിരിക്കുന്ന ഈ 2026 എത്രത്തോളം മനോഹരമായിരിക്കുമെന്നാണ് കരുതുന്നത്? വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം എങ്ങനെ ആയിരിക്കും എന്നുള്ള. അവർ ഇത്തിരി രാഷ്ട്രീയമാണ്. അത് തന്നെ. അല്ലാതെ എങ്ങനെയായിരിക്കും? നല്ലൊരു പ്രതീക്ഷ തന്നെ. നല്ല പ്രതീക്ഷയാണ്. അതെ. ചേട്ടാ പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് ഈ പുതുവത്സരത്തെ എങ്ങനെയാണ് വരവേൽക്കുന്നത്? പുതുവത്സരം കഴിഞ്ഞ കാലത്തേക്കെല്ലാം കുറച്ചുമായിട്ട് മെച്ചമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പുതുവത്സരം ഒന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതെ, അത്തരത്തിൽ തന്നെയാണ്. ബ്രോ, എത്ര വൈബുണ്ട് ഈ 2026? ഫുൾ വൈബാണ്. ഫുൾ വൈബ്. എങ്ങനെയാണ് ഈ വർഷം ഗംഭീരാക്കാൻ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ വരുന്ന പരിപാടി എടുക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ന്യൂ ഇയറിന് എന്താവണം എന്നുള്ളൊരു പ്രതിജ്ഞ ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. പരിപാടി ഉഷാറാക്കുക. എന്താണ് ഈ വർഷത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്? പുതിയ ട്രിപ്പ്, പുതിയ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒക്കെ ഉണ്ട്, ഒക്കെ വരും. എല്ലാ പ്രതീക്ഷയോട് കൂടിയാണ് ഈ രാത്രി. അത്രേ ഉള്ളൂ. അതാണ്, എല്ലാവരും വളരെ ആഘോഷത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സങ്കടങ്ങളെല്ലാം ഇപ്പോൾ മറക്കാം. നമുക്ക് ഈ ഒരു രാത്രി കൂടി മാത്രമല്ലേ ഉള്ളൂ 2025-നെ വിട പറയാൻ. അപ്പോൾ അത്യധികം ആഘോഷത്തോടെ അത്യധികം സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു 2025-നെ പറഞ്ഞയക്കാം. ഏറ്റവും പ്രതീക്ഷയോടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വർഷം, വളരെ മനോഹരമായിട്ടുള്ള സംഭവങ്ങളും നേട്ടങ്ങളും എല്ലാം 2026-ൽ ലഭ്യമാകട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ കുറേ ആൾക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവർ ഗാലാഡി കൊച്ചിയുടെ ടീമാണല്ലേ? എങ്ങനെയാ നിങ്ങളുടെ ആഘോഷം നടക്കാൻ പോവാ? അതെ, അങ്ങനെ നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു.